എല്ലാ കൂട്ടുകാർക്കും സേതു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മാംഗോ ഐസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനൊരു 2 മാങ്ങ എടുത്ത് മിക്സിക്കകത്ത് നന്നായിട്ട് അടിച്ച് അതിൻ്റെ പൾപ്പെടുത്തതാണ്. ഇത് ഏകദേശം 1 കപ്പ് മാങ്ങയുടെ പൾപ്പുണ്ട്. ഞാനൊരു മെഷർമെൻറ്റ് കപ്പിൻ്റെ ഈ ഒരു കപ്പിൻ്റെ അളവിൻ്റെ 1 കപ്പ് മാങ്ങയുടെ പൾപ്പാണ് എടുത്തേക്കുന്നത്. ഈ കപ്പിൻ്റെ തന്നെ ഒരു 3/4 കപ്പ് വെള്ളം എടുക്കണം. ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ഇല്ലാത്തവർ മൈദ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും വരരുത്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിനകത്ത് വെച്ചൊന്ന് ചൂടാക്കാനായിട്ട് എടുക്കാം. നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളയ്ക്കുമ്പോൾ ഇതങ്ങ് തിക്കായി പോവും. അതുകൊണ്ട് ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് 4 സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഇത് നമുക്കങ്ങ് ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നിർത്തണം. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാനായിട്ട്. അധികം കട്ടിയായിട്ടുമില്ല എന്നൊട്ട് ലൂസും അല്ല. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനും. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇത്രയും മധുരത്തിൻ്റെ ആവശ്യമില്ല. ആ മാങ്ങയുടെ പൾപ്പിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് മാങ്ങയുടെ പൾപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പില്ലാത്തവർ ഏതെങ്കിലും ഒരു ചെറിയ ഗ്ലാസ്സിലോ ഏതിൻ്റെ അളവിലാണ് മാങ്ങയുടെ പൾപ്പ് എടുക്കുന്നത് അതിൻ്റെ ഒരു 3/4 കപ്പ് വേണം വെള്ളം എടുക്കാൻ. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു മോൾഡിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ പോപ്സിക്കൽ മോൾഡിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് സെറ്റാവാനായിട്ട് ഒരു 6 മണിക്കൂർ ഫ്രീസറിനകത്തോട്ട് വെക്കാം. ഈ മോൾഡിലില്ലാത്തവർ പേപ്പർ കപ്പ് യൂസ് ചെയ്യാം. പേപ്പർ കപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റിക്ക് വെച്ച് കുത്തി കൊടുത്താൽ മതി. അതും ഇതുപോലെ ഒരു 5-6 മണിക്കൂർ ഫ്രീസറിനകത്തോട്ട് വെച്ചിരുന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിനകത്തോട്ട് വെക്കാം. ഇത് ഞാൻ ഫ്രീസറിനകത്ത് വെച്ചിട്ട് സെറ്റായി എടുത്തതാണ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക. തണുത്ത വെള്ളമാണ് എടുത്തേക്കുന്നത്. ചെറിയ ചൂടുവെള്ളമാണെങ്കിലും പെട്ടെന്ന് ഇളകി കിട്ടും. ഈ തണുത്ത വെള്ളത്തിനകത്തോട്ടൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിനകത്തോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ ഐസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. താങ്ക് യു.